തുടർന്നോളൂ അമ്മേ നമ്മുടെ 5ാമത്തെ എപ്പിസോഡ്. കല്യാണത്തിന്റെ കാര്യം ഇപ്പം ഞങ്ങളെ ഇവിടെ എല്ലാം വെച്ചാല് ചെറിയ പ്രായത്തിൽ എല്ലാരും കല്യാണം കഴിപ്പിക്കും. എനിക്ക് പോലെ 7ാം ക്ലാസ് മുതൽ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ നല്ലോണം അന്ന് സ്കൂളിൽ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഫസ്റ്റോടെ നല്ല ഫസ്റ്റ് റാങ്ക് കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് അധ്യാപകർ പറഞ്ഞ് കുട്ടീനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചില്ല ആരും. പക്ഷെ ഡിഗ്രി കഴിഞ്ഞപ്പോഴും പറഞ്ഞ ഇനി ഇതെല്ലാം ആയി കഴിഞ്ഞില്ലേ, ഇനി കല്യാണത്തിന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അന്വേഷണങ്ങൾ വരും. പക്ഷെ ഞാൻ ആരുടെ മുമ്പിൽ പോവില്ല. പക്ഷെ ആ അവസരത്തിൽ ഒരു സ്വപ്നം കണ്ടു. ഒരു വീട്ടില് ഒരച്ഛനമ്മ 4 ചെറിയ ആൺകുട്ടികളാണ്, 4 ചെറിയ ആൺകുട്ടികൾ. അതിന്റെ ആ വീട്ടിന്റെ അയൽവക്കത്ത് നൈബറായിട്ട് എന്റെ ഫ്രണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും അത് തന്നെയാണെന്ന് മനസ്സിലായി. ആ വീട്ടില് ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഭാര്യയും 4 ചെറിയ കുട്ടികളാണുള്ളത്. അച്ഛൻ മരിച്ചു. പോകേണ്ടതെന്നുള്ളത് മുൻകൂട്ടി കണ്ടു അല്ലേ? അതെ. അവിടെ ചെന്നപ്പോ അതിനിപ്പോ എനിക്ക് തോന്നുന്നു കോമൺ ആണ് അമ്മ. എനിക്ക് തന്നെ എത്രയോ എക്സ്പീരിയൻസ് അതുപോലെ ഉണ്ട്. ഞാൻ ദുബായിൽ പോയി ജോബ് ചെയ്യുന്ന സ്ഥലം വരെ എനിക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അതെല്ലാം കോമൺ ആണ്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വേറെ പാമ്പിന്റെ എന്തോ ഒരു ഇത് പാമ്പിന്റെ ഞാൻ 6ാം ക്ലാസ്സിൽ 6 വയസ്സുള്ളപ്പോൾ അക്കാലത്തെല്ലാം നമ്മുടെ ഈ ഹസ്തരേഖ നോക്കുന്ന കൈ നോക്കുന്ന ആള് വീടുകളിൽ വന്നു വരുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരു കൈനോട്ടക്കാരി വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞ് ഈ കുട്ടിക്ക് സർപ്പദർശനം ഉണ്ടാവും, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മേനെ കളിക്കാൻ വിടൂല എനിക്ക് പറഞ്ഞതുകൊണ്ട്. പക്ഷെ ഒരു ദിവസം രാത്രി അത് ഒരു പാതിരാവായപ്പോഴും അമ്മയുടെ കൈ എന്റെ ശരീരത്തിലേക്ക് വന്നപ്പോ അമ്മയ്ക്ക് ഭയങ്കര തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പൊ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ നെഞ്ചത്ത് പാമ്പ്. അത് ഒരു കുട്ടി പാമ്പ്, കറുപ്പും അതിന്റെ മുകളിൽ വെളുത്ത നിറങ്ങളാണ്. അത് വട്ടത്തില് പുള്ളിയില്ല. അത് ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നെഞ്ചില്. ആ കൈക്കകത്താണ് ഇത് കിടന്ന് നല്ല പൂച്ചക്കുട്ടി ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നതാണ്. അപ്പൊ അമ്മയെ കേട്ട് പേടിച്ച് അച്ഛനെ എല്ലാരെയും വിളിച്ചു. അപ്പൊ എല്ലാരും സ്തംഭിച്ച് നിന്ന്. പക്ഷെ അച്ഛൻ അനിയെ പറഞ്ഞ് ഇന്ന് നല്ല കുഞ്ഞിന്റെ കൈ ഇങ്ങോട്ട് നയിക്കുമെന്ന് പറഞ്ഞു. അപ്പം കൈ നീക്കുമ്പോ ഞാനിങ്ങനെ കെട്ടിയിരിക്കുന്ന കൈ ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്തു. അത് ആ വലിച്ചെടുത്ത സമയത്ത് ഈ പാമ്പ് തനിയന്നെ ഇറങ്ങി പോയി. ആരും ഒന്നും ഉപദ്രവിച്ചില്ല. അങ്ങനെ അതുണ്ടായി. അപ്പം തന്നെയാണ് അച്ഛൻ്റെ അനിയൻ അതിന് പുറത്തേക്ക് അത് വാതിൽ തുറന്ന് പുറത്തേക്ക് കളഞ്ഞിട്ടൊന്നുമില്ല, അത് തന്നെ തനിയന്നെ അങ്ങ് പോയി. അപ്പൊ അന്നേരത്തെ അമ്മ ഇങ്ങനെ അവർ മറ്റോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈനോട്ടക്കാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരിക്കുന്ന സംഭവം എന്ന് നമുക്ക് അന്നേരം മനസ്സിലായി. അത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ അലക്സാണ്ടർ ജേക്കബ് സാർ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് കേസുകൾ. ഇന്ന് സാറിന്റെ ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാമിലിയിൽ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് കോമൺ ആണ്. അതെ. പിന്നെ വേറെ ഉള്ളത് ഒരു 50ഓളം അനുഭവങ്ങൾ എനിക്കും എന്റെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങള്. പിന്നെ ആരാണ് മരിക്കുന്നത്, മരിക്കുന്നവരുടെ മുഖം കാണിക്കില്ല, ആ വീട് മറ്റുള്ളവരെയും കാണിക്കും. അങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. അത് ആരും ചെയ്യുന്ന എല്ലാം കാണിച്ചു തരും. അത് ഇൻറ്റ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് അത് ഇതുണ്ട്. ESP ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അതെല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ഈ ദുബായില് പോകുന്ന എന്നെ മുൻകൂട്ടി ഇത് ചെയ്തോന്ന് പറഞ്ഞു. അതായത് 2010 തോന്നുന്നു. 2010 തോന്നുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടി. ദുബായിൽ പോകുന്നതിന് മുമ്പ് എന്നെ ഇങ്ങനെ സ്വപ്നത്തില് ഒരു കടലിന്റെ നടുക്കുള്ള ബിൽഡിംഗ് ഇങ്ങനെ കാണിച്ചു തരിക, ഹൈ റൈസ് ബിൽഡിംഗ്. അപ്പൊ ഞാനിങ്ങനെ വണ്ടർ അടിക്കുകയാണ്, എന്താണ് ഈ ബിൽഡിംഗ് ഇങ്ങനെ കാണിക്കുക. അങ്ങനെ എനിക്കൊരു ഓഫറായി. ഞാൻ ദുബായിൽ പോയി ജോയിൻ ചെയ്തു. ഈ ഒരു ബിൽഡിങ്ങിൽ പോയി, അവിടെയാണ് ഒരു 25 ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അവിടെ പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്തു.
സ്റ്റാർട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇത് കടല് നികത്തി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്, അവിടെയാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണിച്ചു തന്നത് ഈ ബിൽഡിംഗ് ആണ്. അപ്പൊ അത് കടല് നികത്തിയെന്ന് നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കടലിന്റെ നടുക്ക് ആ ബിൽഡിംഗ് നിൽക്കുന്നതായിട്ട് കാണിച്ചത്. അങ്ങനെ ഇൻറ്റ്യൂട്ടീവ്, അതൊക്കെ ബേസിക് ആണ്. ഇപ്പോഴത്തെ കാലത്ത് അതൊരു എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ഒരു മേജർ ഇതായിട്ട് പറയാൻ പറ്റില്ല. ഈ മയക്കത്തില് മുഖം ട്രാൻസ്ഫോം ആവുന്ന ഒരു ഇതുണ്ടല്ലോ, അത് മിക്ക ദിവസങ്ങളിലും ഒരു ചെറിയൊരു മയക്കം വരും. ഉറക്കത്തിലേക്ക് നല്ല ഗാഠമായ ഉറക്കത്തിലേക്ക് ആയിരിക്കില്ല. അന്നേരം ചില പരിചയമുള്ള മുഖം ആദ്യം കാണും. പക്ഷെ അവര് പിന്നെ ഓരോ മുഖങ്ങളായിട്ട് വേറെ മുഖങ്ങളായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. പിന്നെ അത് പരിചയമില്ലാത്ത ആളായിട്ട് മാറും. എനിക്കത് ദൈവങ്ങളായിട്ട് തോന്നുന്നു. ഇപ്പൊ ഞാനൊരു സാധനയില്, ഞാനിപ്പോ ഒരു ദൈവത്തിന്റെ സാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ദൈവം അതൊരു വേറൊരു ദൈവത്തിലേക്ക് കണക്ട് ചെയ്തൊക്കെ പോകുന്ന അനുഭവമുണ്ട്. ഇത് പറയാം, കേക്കട്ടെ, ഇത് എങ്ങനെയാണ്? അതേപോലെ പരിചയം ഇല്ലാത്ത ആളെ ആദ്യം കാണിക്കും. അവരെ മുഖം എന്നിട്ട് ഇതുപോലെ തന്നെ കുറെ 5 or 6 പ്രാവശ്യം ട്രാൻസ്ഫോം ചെയ്തിട്ട് എനിക്ക് പരിചയമുള്ള ആളായിട്ട് അത് മാറുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു മുൻജന്മത്തിൽ അവരുടെ ഓരോ ജന്മങ്ങൾ കാണിക്കുന്നതായിരിക്കാം. ഈ ജന്മത്തിൽ ആളുകൾ മുൻജന്മത്തിൽ ആരായിരിക്കും എന്നുള്ളത് കാണിച്ചു തരുന്നതാണെന്ന് എനിക്കൊരു അവരുടെ പല ഫേസുകൾ കാണിക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടാവാറുണ്ടോ? പരിചയമുള്ള ഇതിലേക്ക് പോകാറുണ്ടോ? പരിചയമില്ലാത്തായി മാറും, പരിചയമില്ലാത്തത് പരിചയമുള്ള ആളായിട്ട് മാറും. അതെങ്ങനെയാണത്? അതേപോലെ തന്നെ കണ്ണിന് മുന്നിൽ ഇങ്ങനെ കാണുക, മയക്കത്തിൽ ഇങ്ങനെ കണ്ണിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇത് ഉറങ്ങുമ്പോഴാണോ അതോ മെഡിറ്റേഷനിലാണോ? എങ്ങനെയാണത്? ഉറങ്ങുമ്പോൾ ചെറിയ മയക്കം ആകുമ്പോഴേക്ക് നല്ല ഗാഢയായിട്ട് പോകും. ഗാഠനിദ്രയിൽ പോകുന്നതിന് മുന്നേ ആണ് കാണിക്കുക. അമ്മയ്ക്ക് ഈ ജപം അല്ലാതെ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ, പ്രാക്ടീസ് ഉണ്ടോ? മെഡിറ്റേഷൻ ഞാൻ കളരിയോന്റെ സമയത്ത് ഉണ്ടായി, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. അത് റീസൺ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? അത് മെഡിറ്റേഷൻ വീട്ടിൽ പിന്നെ തുടരാൻ പറ്റാത്തതിന്റെ അവസ്ഥ. പക്ഷെ അതിനുശേഷം ഞാൻ എനിക്ക് നന്നായിട്ട് ഗാഠമായിട്ട് ജപിക്കും. അതായത് അധികം ഓം നമഃ ശിവായ. പിന്നെ ഉണ്ടായത് ഞാൻ നമഃ ശിവായ ചൊല്ലിയത് എന്നും അത് നല്ലവണ്ണം ജപിച്ചുകൊണ്ട് ഏത് സമയത്തും ജപിച്ചുകൊണ്ടേയിരിക്കും അതിന്. അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം അതെനിക്ക് ഭയങ്കര അട്രാക്ഷൻ ചെയ്യും. അത് ശരിക്കും കണ്ണിനിങ്ങനെ വെള്ളം വരാൻ തോന്നിക്കുമ്പോൾ. പിന്നെ ചൊല്ലുന്നത് ആത്മാഷ്ടമാണ്. അഹം നിർവീകൽപ്പോ എന്നുള്ള ആത്മാഷ്ടകം. അത് ആത്മാഷ്ടകം എന്നുള്ള അഹം നിർവീകൽപ്പോ. ലാസ്റ്റ് വരി അഹം നിർവീകൽപ്പോ നിരാകാര രൂപോ വിദുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണ് നിരാകാര രൂപം ശിവോഹം ശിവോഹം. ഇപ്പോഴും അങ്ങനെ ജപിക്കുന്ന നേരത്ത് ബാക്കിയൊന്നും ചൊല്ലാൻ തോന്നുന്നില്ല. ഇപ്പൊ വെറും എന്ത് ചൊല്ലിയാലും ലാസ്റ്റ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ശിവോഹം ശിവോഹം മാത്രമേ ഇപ്പൊ മനസ്സിലേക്ക് ജപിക്കാൻ തോന്നുന്നു. ആ ഒരു സീറോ സ്റ്റേറ്റിലായതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പൊ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, ഏത് ക്രിയ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് റിച്വൽസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു സ്റ്റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറോ സ്റ്റേറ്റ് എന്നാണ്. അതിനെയാണ് ഈ ശിവോഹം എന്ന് തന്നെ പറയുന്നത്. സീറോ സ്റ്റേറ്റിനെയാണ് ശിവോഹം എന്ന് പറയുന്നത്. ആ സീറോ സ്റ്റേറ്റിലേക്ക് നമ്മൾ വന്ന് അങ്ങനെ ഒരു ഇതിലങ്ങ് ഇരിക്കും. പിന്നെ ഒന്നും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് വരും. എന്റെ അനുഭവം വെച്ചിട്ടാണ് പറയാം. വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് പറയാനുണ്ടോ നമ്മള് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്? ഇതിന് ഇനിയും എക്സ്ട്രാ ആയിട്ടുള്ള അങ്ങനെ പ്രത്യേകം ഇല്ല. ഇതേപോലെ തന്നെ അമ്മയ്ക്ക് ഇത് കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയുടെ ഇത്രയും വർഷത്തെ പറയാന്ന് വെച്ചാല് നമ്മളിപ്പം കുറെ സയന്റിസ്റ്റുകളെ കഥ വായിച്ചാല് ഐൻസ്റ്റീൻ ആണെങ്കിലും ന്യൂട്ടൻ ആണെങ്കിലും നമ്മുടെ രാമാനുജൻ ആണെങ്കിലും APJ എപ്പോഴും പറയും നിങ്ങൾ സ്വപ്നം കാണുവാണ്. അപ്പൊ ഈ സയന്റിസ്റ്റുള്ള ഇതേപോലെ ഉറക്കത്തെ സ്വപ്നം കണ്ടിട്ട് അത് ഡീകോഡ് ചെയ്തിട്ടാണ് ഇവരും പലത് കണ്ടുപിടിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ പേരൻസ് എന്തായിട്ട് മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാൻ, അത് A+ വാങ്ങുന്നുള്ള ആ ഫോഴ്സ് ചെയ്യാതെ അവർക്ക് എന്താണോ സ്വപ്നം അല്ല അവരെ കഴിവ് എന്താണോ എന്ന് കണ്ടെത്തിയിട്ട് കുട്ടികൾ അതേ ലെവലിൽ വളർത്താൻ ശ്രമിക്കണം. അവരിപ്പോ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ചിന്തിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നതാണെങ്കിൽ
പാരന്റ്സ് യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, യുണീക്ക് ആയിട്ട്. അതെ. അത് എല്ലാ പേരന്റ്സും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലോണം വരം തന്നെ നല്ല ബെറ്ററാവും. അതെനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കുട്ടിയോട് കാണുന്നവരെല്ലാം പറയാനുള്ളത്. അത് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഇതേപോലെ തന്നെ ചിന്തയിലോ അല്ല സ്വപ്നത്തിലോ ഒക്കെ എന്തും കാണും അവര്. പക്ഷെ അത് മറ്റൊരോട് പറഞ്ഞാൽ അത് അവര് വിശ്വസിക്കില്ല, അത് അവർ തള്ളിക്കളയും. അതിപ്പം കഴിഞ്ഞ വർഷം ഒരു അനുഭവം ഉണ്ടായി. ഒരു 3 ദിവസം ഒരു കുട്ടി ക്ലാസ്സിൽ വന്നില്ല, ട്യൂഷൻ ക്ലാസ്സിൽ വന്നില്ല. ഇപ്പം ചോദിച്ചു എന്താ മോനെ വരാത്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് അപ്പൂപ്പ മരിച്ചുപോയി, അതുകൊണ്ടാ വരാൻ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ആശ്വസിപ്പിക്കുന്നത് ഇതിന്റെ ക്ലാസ് തുടങ്ങി. പക്ഷെ ക്ലാസ്സിൽ കുട്ടി ശ്രദ്ധിക്കുന്നേ ഇല്ല, നല്ലവണ്ണം കരയാണ്, കണ്ണിങ്ങനെ കൂടെ വെള്ളം വരുന്നുണ്ട്. അപ്പൊ ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് നീ ഇവിടെ തന്നെ ഇരിക്ക്, അതിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്റെ കുട്ടി അവിടെ തന്നെ ഇരുന്നു. ഞാൻ ചോദിച്ചു നീക്ക് എന്തോ വേറെ എന്തോ വിഷമമുണ്ട്, അപ്പൂപ്പ മരുന്നതല്ല വേറെ എന്തോ എനിക്ക് വിഷമമുണ്ടല്ലോ, അതൊന്നും പറയാൻ പറഞ്ഞു. അപ്പം കുട്ടി പറഞ്ഞ് അപ്പൂപ്പ മരിക്കുന്ന തലേന്ന് ഞാൻ അപ്പൂപ്പ മരിച്ചത് സ്വപ്നം കണ്ടു. അത് രാവിലെ അമ്മയോട് അച്ഛനോടെല്ലാം പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിയുടെ അമ്മാമ്മ വിളിക്കുന്നത്, അപ്പൂപ്പൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് എന്ന മാമന്റെ കോള് വന്നു. അങ്ങനെ ഇവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ അവരെത്തുമ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൂപ്പൻ മരിച്ചു. പക്ഷെ കുട്ടിക്കുണ്ടായ അനുഭവം വെച്ചാൽ മറ്റുള്ളവരെല്ലാം കുട്ടിയുടെ പറയാണ് നീ നിന്റെ കരുനാക്കാണ്, നീ ഇതിനെ പറഞ്ഞുകൊണ്ടാണ് അപ്പൂപ്പനെ കൊന്നവനാണ്, നീ നിന്റെ വാക്ക് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി. പെട്ടെന്ന് എന്താ അപ്പൂപ്പൻ ഇങ്ങനെ വരാൻ കാരണം നീ സ്വപ്നം കണ്ടിട്ട് അങ്ങനെ ആയിപ്പോയി. കുട്ടിയുടെ വല്ലാതെ എല്ലാവരും വഴക്ക് പറഞ്ഞു. ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയിട്ടായിരുന്നു. അപ്പൂപ്പന്റെ വീട്ടിൽ 3 ദിവസം വന്നു. 3 ദിവസം എല്ലാവരും മറ്റുള്ളവർ അമ്മ മറ്റുള്ളവരെല്ലാം പറഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാം പറയും ഇതാ പൊട്ടിക്കണ്ണം വരുന്നത്, അപ്പൂപ്പനെ കൊന്നവനായി എന്നിങ്ങനെ മറ്റുള്ളവർ പരിഹസിച്ചിരിക്കുകയാണ്. അതിവനെ സഹിക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ കരഞ്ഞത്. അപ്പൊ അമ്മ എങ്ങനെ അവനെ ആശ്വസിപ്പിച്ചു? മോൻ അതങ്ങനെ അപൂർവം എല്ലാവർക്കും കിട്ടുന്നതല്ല മോൻ, അതൊരു അനുഗ്രഹമാണ്. അപ്പൂപ്പന് നിങ്ങളോട് നല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിന്നെ മുൻകൂട്ടി അത് കാണിച്ചു തന്നെ, മറ്റുള്ളവർ പറയുന്നത് നീ കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനുഭവം പറഞ്ഞു, എനിക്ക് എങ്ങനെയല്ല ഉണ്ടായിട്ടുണ്ട്, അവിടെ മോനത് പേടിക്കണ്ട. അത് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ആശ്വാസമായി. ഇപ്പൊ എനിക്കുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവന് അത് സന്തോഷത്തോടെ പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ക്ലാസ്സിലിരുന്നു. കുട്ടികൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പേരൻസിനോട് ഷെയർ ചെയ്യുമ്പോൾ അവരതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അത് കുട്ടികൾക്ക് ഭയങ്കരമായ മാനസിക വേദന ഉണ്ടാക്കും. അപ്പൊ അതെല്ലാം പേരൻസ് ശ്രദ്ധിക്കണം. ക്ലിയർ. അപ്പൊ അമ്മേ നമുക്ക് ഇവിടെ തൽക്കാലമായിട്ടൊന്നും ഇത് ചെയ്യാം. എന്നിട്ട് അമ്മയുടെ ആ ഒരു വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. പിന്നെ നമുക്കിനിയും തിരിച്ചു വരാം. അമ്മയ്ക്ക് ഇതുപോലെ ഇത് കണ്ടിന്യൂസ് ഒരു പ്രോസസ് ആണെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് സ്വപ്നത്തിലൂടെ കിട്ടുന്ന ഈ ദർശനങ്ങളൊക്കെ, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പോഡ്കാസ്റ്റുകൾ ഇൻ ഫ്യൂച്ചറിൽ ചെയ്യാം. അപ്പൊ ഇപ്പൊ തൽക്കാലം അമ്മയ്ക്കും അമ്മയുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് ഉടനെ തന്നെ തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.